ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വർഷയെക്കുറിച്ചിട്ട് ശ്രുതിയും അതുപോലെ സുധിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. വർഷയുടെ അടുത്ത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് പിൻ കമന്റായിട്ടും അതുപോലെ ഐക്കാട്ടിലും കൊടുത്തേക്കാം കേട്ടോ. വർഷ വലിയ വീട്ടിലെ പെണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും ഭാവിയിലെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രുതി പറയാണ് കേട്ടോ. എന്തായാലും അവള് കാരണം നമുക്ക് നല്ലൊരു കാര്യം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതെന്താണ് എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ശ്രുതിയുടെ ഷോറൂമിൽ നിന്നും വർഷയും അതുപോലെ ശ്രീകാന്ത് ഒരു കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അന്ന് ശ്രുതി പാർക്കിൽ നിന്ന് ക്ലയന്റുമായിട്ട് സംസാരിച്ചത് കമ്മീഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവരെ ഷോറൂമിലേക്ക് കൊണ്ടുപോകാണ്ടിരുന്നത്. ശ്രുതി കാരണം ഇവര് ഷോറൂമിലേക്ക് നേരിട്ട് വന്നിട്ട് കാറ് കാണുന്ന സമയത്ത് ശ്രുതിക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും. ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാണ്. താൻ പാർക്കിൽ കിടന്ന് ഉറങ്ങുകയല്ലേ, ഞാൻ ഏത് ഷോറൂമിൽ കൊണ്ടുപോയി കാണിക്കും, ഒരുപക്ഷെ പാർക്കിലുള്ള കാറ് കാണിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിൽ വിചാരിക്കാം. വർഷയുടെ അടുത്ത് ഞാൻ ഓക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ കമ്മീഷന്റെ ബാധി എനിക്ക് വേണമെന്നും കൂടി ശ്രുതി പറയുന്നത് കേൾക്കുന്നതോടുകൂടി ശ്രുതി ആകെ പെട്ട അവസ്ഥയിലാവുകയാണ്. എന്തിനാ അവരെ എന്റെ ഷോറൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്? അതിനേക്കാൾ നല്ലത് അവർക്ക് വേറെ ഏതെങ്കിലും ഷോറൂം കൊടുക്കുന്നതാ. എന്താ കാര്യമെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, എന്റെ അനിയന് ഞാൻ കാർ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാ കമ്മീഷൻ കിട്ടുക? ഒരുപക്ഷെ അനിയനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് കുറച്ച് കാശൊക്കെ കുറച്ച് കൊടുക്കുമായിരിക്കും, പക്ഷെ നമുക്ക് ഗുണമൊന്നുമില്ലല്ലോ. ഓ, അത് ശരി തന്നെയാണല്ലോ. അവര് കാറ് വാങ്ങാൻ പോകുന്നതിൽ നമുക്കൊരു ഗുണമില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മള് നമ്മുടെ ഷോറൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്? അതുമാത്രമല്ല, എന്റെ അനിയൻ കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് എന്റെ ഷോറൂമിലേക്ക് വരുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഓട്ടോയിലല്ലേ പോകുന്നത്, അത് എനിക്ക് നാണക്കേടാന്നും കൂടി ശ്രുതി പറയുമ്പോഴേക്കും ഇതുകൊണ്ടാണ് താൻ പറയുന്നത് നമുക്കൊരു കാറ് മേടിക്കുക എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും അതെ, ഞാൻ MDയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ഒരു പുതിയ മോഡൽ കാറ് തന്നെ വരുന്നുണ്ട്, അത് നമുക്ക് ക്യാഷ് കുറച്ച് തരാമെന്ന് MD പറഞ്ഞിട്ടുണ്ട്. എന്താ പോരെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി തലയാട്ടാണ്. എന്തായാലും നീ പോയിട്ട് വർഷയുടെ അടുത്ത് സംസാരിച്ച് അവര് കാറ് വാങ്ങാനുള്ള പ്ലാന് കുറച്ച് മുന്നോട്ട് നീക്ക്. നമ്മൾ തന്നെ ഫസ്റ്റ് കാറ് വാങ്ങുന്നതല്ലേ അതിൻ്റെതായ ഒരു ശരി. അങ്ങനെ ശ്രുതി പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതി വർഷയുടെ അടുത്ത് സംസാരിക്കാന്ന് പറയാണ്. എന്തായാലും വർഷയുമായിട്ട് ഒരു അകലം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുമ്പോൾ അത് ശരിയാവില്ല. നാളെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും പാർലർ നമ്മൾ സ്വന്തം ബിസിനസ് അല്ലേ? അതെ, പക്ഷെ വേറെ കുറെ ബ്രാഞ്ചുകൾ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവളുടെ ഹെൽപ്പ് നമുക്ക് ആവശ്യം വരും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവള് രേവതിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ താൻ അവളോട് ശരിക്കും സംസാരിച്ചിട്ടില്ലെങ്കിൽ രേവതിയും അതുപോലെ വർഷയും ഒന്നാകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ ശ്രുതി പറയുന്നത്. ഈ വീട്ടില് തനിക്ക് റെസ്പെക്ട് ഇല്ലാതെ പോകുമെന്നും അവള് കാരണം നമുക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്നത്. അങ്ങനെ ശ്രുതി പറയുന്ന രീതിയും ചിന്തിക്കുന്ന രീതിയൊക്കെ കേട്ടിട്ട് നിന്റെ അച്ഛനേക്കാൾ വലിയ ആളാവുന്നാണല്ലോ തോന്നുന്നത്. പിന്നെ നിന്റെ അച്ഛൻ നമുക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കാശൊന്നും തരില്ലെന്ന് ചോദിക്കുകയാണെ. അച്ഛന് തന്നെ എപ്പോഴും സഹായിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും അവളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി പറയുന്നുണ്ട്. അത് മറ്റൊന്നിനുമല്ല, നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ നമ്മളെ പിരിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറയണേ. നമുക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാണ്? ശ്രുതി സച്ചിയെ പോലെയല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ശ്രുതി എൻ്റെ നല്ലൊരു ഹസ്ബൻഡാണ്, പിന്നെ വർഷയെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും, എന്നാൽ അവളെ ഒരു ലിമിറ്റിൽ നിർത്താനും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി വർഷയ്ക്ക് അരികിലേക്ക് പോവുകയാണേ. തുടർന്ന് ശ്രുതി വർഷയെ ഒരുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാഗൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. തുടർന്ന് റൂമിലേക്ക് രേവതി വരികയാണ്. രേവതിയുടെ അടുത്ത് തന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് പുതിയതായിട്ട് കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ പോലെ ഉണ്ടെന്നുള്ള കാര്യം പറയാണേ. അപ്പോ അന്ന് കല്യാണം കഴിഞ്ഞന്ന് എന്നെ കാണാൻ കല്യാണ പെണ്ണിനെ പോലെ ഇല്ലായിരുന്നോ എന്ന് വർഷ തിരികെ ചോദിക്കുന്ന സമയത്ത് അന്ന് കണ്ട സമയത്ത് നീ സാരിയാണോ എടുത്തത്, പാന്റ് ഷർട്ടാണോ ഇട്ട്, ഒന്നും എനിക്ക് ഓർമ്മയിലേ ഇല്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇന്ന് തന്നെ കാണുമ്പോൾ ശരിക്ക് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ പോലെ ഉണ്ടെന്ന് പറയാണ്. അതിൻ്റെ ഇടയ്ക്ക് രേവതി ഇങ്ങനെ സാരിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കിടക്കുന്നത് കാണാണേ. അത് ശരിയാക്കുന്നതിന്റെ താഴെ ഇരുന്ന് അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ രേവതിയെ പിടിച്ചങ്ങ് മാറ്റാണ്. നീ എന്താ ചെയ്യുന്നത്? ഇപ്പോഴല്ലേ ശ്രുതി എല്ലാം സെറ്റാക്കി കൊടുത്ത് പോയത്, നീ എന്താ അലങ്കോലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? നിന്നോട് ഞാൻ പറഞ്ഞത് പാല് കാച്ചാനല്ലേ, ആ പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഓടിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. രേവതി പോയി കഴിഞ്ഞതിന് ശേഷം വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ ആന്റി ചേച്ചിക്ക് ഇത്രയും ജോലിയൊക്കെ കൊടുക്കുന്നത്? ഏയ്, അവക്കതൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയാം, എനിക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ അവളടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഒപ്പിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. തുടർന്ന് വർഷയുടെ സാരിയെ കുറിച്ച് പറയാൻ കേട്ടോ.
സാരിയില് നീ നല്ല ഭംഗിയുണ്ട് കാണാൻ മോളെ, എന്റെ കണ്ണ് തന്നെ പെട്ടു എന്നാ തോന്നുന്നത്. ആദ്യം നിനക്ക് ദൃഷ്ടി ശുദ്ധി വരുത്തണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ്. അല്ല, നിന്റെ ആഭരണങ്ങളൊക്കെ വളരെ കുറവാണല്ലോ, പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ആന്റി, എനിക്ക് അങ്ങനെ ആഭരണങ്ങൾ ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല. അമ്മ നിനക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും മേടിച്ചു തരാറില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു തരും, പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല, എല്ലാം വീട്ടിലാണുള്ളത് എന്നുള്ള കാര്യം പറയാണേ. ആ, എവിടെയാണെങ്കിലും ഉണ്ടല്ലോ, എങ്ങനെ നോക്കിയാലും അതെല്ലാം നിനക്ക് തന്നെ ഉള്ളതാണല്ലോ എന്നൊക്കെ ചന്ദ്രമതി പറയാണ് കേട്ടോ. അതൊക്കെ വരുമ്പോ വരട്ടെ, എന്തായാലും മോൾ ഇവിടുന്ന് റെസ്റ്റ് എടുക്ക്, ഞാന് സമയമാകുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി നേരെ രേവതി അടുക്കളയിൽ പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുവാണേ. എന്താ നീ പാല് റെഡിയാക്കിയോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് അരികിലേക്ക് ചെല്ലുന്നത്. ഇപ്പോഴല്ലേ അമ്മ പാല് തിളപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്, അത് തിളക്കണ്ടേ? അങ്ങനെ ബദാമ പിസ്ത എല്ലാം കുങ്കുമം എല്ലാം കൂടി ചേർത്ത് അരച്ചും കണ്ടാണ് അതിനകത്ത് ചേർത്താൻ വരെ പറയുന്നത്. അതിൽ ഒരു പൗഡർ മാത്രം കുറച്ച് മിച്ചം വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എന്താ ഇതിടാത്ത എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രേവതിയുടെ അടുത്ത്. ഇത് ഇത്രയ്ക്കൊന്നും ഇടേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ എന്താ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി തന്നെ ആ പൗഡറും കൂടി അതിനകത്തേക്ക് തട്ടുകയാണ് കേട്ടോ. നന്നായിട്ട് കാച്ചി ചൂടോടുകൂടി എല്ലാം റെഡിയാക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടുന്ന് പോവാണ്. പാലൊക്കെ തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് അതിന് മേലെ കുറച്ച് സാഫ്രനൊക്കെ ഇടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാലും അതുപോലെ സ്വീറ്റും റൂമിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് നേരെ ശ്രീകാന്തിന്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അതേസമയം അടുക്കളയിലേക്ക് രേവതി എനിക്ക് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞിട്ട് സച്ചി വരുന്നുണ്ട്. വന്ന സച്ചി കാണുന്നത് ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ്. ആ പാലെടുത്ത് മണത്ത് നോക്കുന്നുണ്ട്. പാല് നല്ല സൂപ്പർ മണമുണ്ടല്ലോ, എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പാലെടുത്തിട്ട് സച്ചി കുടിക്കുന്നുണ്ടേ. പാല് കുടിച്ചിട്ട് നേരെ പുറത്തേക്ക് വന്നിട്ട് രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. രേവതി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ രേവതിയെ കറക്കുന്നൊക്കെ ഉണ്ട്. എന്താ സച്ചേട്ടാ, എന്താ കാര്യം? സൂപ്പർ ആയിട്ടുണ്ട് രേവതി, ഇത്രയും വാസനയോടും രുചിയോടും കൂടിയിട്ട് ഞാൻ ഇന്നേ വരെ കുടിച്ചിട്ടില്ല രേവതി. എന്തിനെ കുറിച്ചിട്ടാണ് സച്ചേട്ടൻ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പാലിനെ കുറിച്ച് ഞാൻ ദേഷ്യമാണെന്ന് കരുതിയിട്ട് എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു രേവതി എന്ന് പറയണേ. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. ഡാ, നീ എന്ത് പാലാടാ എടുത്ത് കുടിച്ചത്? ഇത് കേട്ട സച്ചി പറയുന്നുണ്ട്, ഞാനപ്പാല് കിച്ചണിൽ കാച്ചി വെച്ചിരിക്കുന്ന പാലാണ് ഞാൻ എടുത്ത് കുടിച്ചത്. രേവതി, ഇത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി അതേ എന്ന് പറയണേ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ആർക്ക് വേണ്ടിയിട്ട്? അത് ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി കാച്ചി വെച്ചതായിരുന്നു സച്ചിയേട്ടാ. അറ്റിങ്ങൾക്കൊന്നും ശരിക്കും പച്ചവെള്ളം പോലും കൊടുക്കരുത്, പാലാണോ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. എന്താടാ നീ ഇങ്ങനെ ബുദ്ധിയില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചത്? അപ്പോഴേക്കും സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ശ്രുതിയും കൂടി വരുന്നുണ്ട്. എന്താ ആന്റി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിനും വർഷയ്ക്കും കുടിക്കാൻ വേണ്ടിയിട്ട് പാലില് ബദാമും അതുപോലെ പിസ്തയും കുങ്കുമപ്പൂ എല്ലാം കൂടി ചേർത്ത് വെച്ച പാല് ഇവനെടുത്ത് കുടിച്ചു. ഓ, സ്പെഷ്യൽ പാലാണല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ശരീരത്തിനാകെ മൊത്തം ഒരു ഉണർവ്. ഞാൻ കള്ള് കുടിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന അതേ സുഖം. എടി, അവർക്ക് വേണ്ടിയിട്ട് കാച്ചിവെച്ച പാലല്ലേ, നീ എന്തിനാ അതെടുത്തിട്ട് സച്ചിക്ക് കൊടുത്ത എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അമ്മേ, ഞാൻ എടുത്തു കൊടുത്തതല്ല, സച്ചിയേട്ടൻ അറിയാതെ എടുത്ത് കുടിച്ചതാണ്. ഇപ്പൊ അതിനെന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? ബാക്കി വന്ന കാടിവെള്ളം ഇല്ലേ, അതെടുത്തിട്ട് രണ്ടെണ്ണത്തിനും കൊണ്ടു കൊടുക്കുക എന്നുള്ള കാര്യം പറയണേ. അവരെന്താ ആടാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി, 2 മാടുകളാണ്, എന്തോ ജ്ഞാനപാൽ എടുത്ത് കുടിച്ചതുപോലെയാണല്ലോ ഓവറായിട്ട് സംസാരിക്കുന്നത്. എന്തായാലും രേവതി, ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്, പാല് കുടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക ഉണർവ് എന്ന് പറഞ്ഞ് സച്ചി കയറി പോവാണ് കേട്ടോ. ചന്ദ്രമതി ആകെ പെട്ട അവസ്ഥയിലാവാണ്. കാരണം ശ്രീകാന്തിനും വർഷയ്ക്കും അവിടെയുള്ള എല്ലാ സാധനങ്ങളും കൂടി അരച്ചിട്ടാണ് പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ വീണ്ടും പാല് കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് ഇടാനില്ലല്ലോ. അങ്ങനെ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ.